ഷാർജ, ദുബായ്, അബുദാബി. ഒരേ ദിവസം നമ്മുടെ 3 ഗാർഡിയൻസ് ജോലിയിൽ കയറിയ നിമിഷം. ലോകരാജ്യങ്ങളിൽ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യം. കൂടുതൽ ആളുകൾ യാത്ര ചെയ്യാനും സെറ്റിൽ ആവാനും ആഗ്രഹിക്കുന്ന, കൂടുതൽ ബിസിനസ് ചെയ്യാനും ടൂറിസ്റ്റുകളെ കൂടുതൽ വെൽക്കം ചെയ്യുകയും ചെയ്യുന്ന, ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് വർക്കൗട്ട് ചെയ്യുന്ന രാജ്യം. ദാറ്റ് ഈസ് UAE. ഈ രാജ്യത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നമ്മുടെ മെഡിക്കൽ കോഡിങ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ, നമ്മളെ ഗാർഡിയൻസ് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ഒരു രാജ്യമാണ് UAE. ഈ UAEയിലെ ലാസ്റ്റ് വീക്കിൽ നടന്നിട്ടുള്ള ഒരു ദിവസത്തെ ഇൻസിഡൻ്റ് ആണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു രാജ്യത്തിലെ വേറെ സ്ഥലങ്ങൾ, ഷാർജ, ദുബായ്, അബുദാബി, ഒരേ ദിവസം നമ്മുടെ 3 ഗാർഡിയൻസ് ജോലിയിൽ കയറിയ നിമിഷം. നമ്മളെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കോഡിങ് കഴിഞ്ഞ സ്റ്റുഡൻസ് അവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ പറയാറുണ്ട്, ഇന്ത്യയിൽ നമ്മൾ കരിയർ ആരംഭിച്ച് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് അവർക്ക് പല ഓപ്പർച്യൂണിറ്റീസും അബ്രോഡിൽ നിന്നൊക്കെ കിട്ടാറുണ്ട്. ഇവിടെ കണ്ടിന്യൂ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ട്. പല കാറ്റഗറി ആളുകളുണ്ട്. അപ്പം പതിയ ആൾക്കാരും തുടക്കം പറഞ്ഞതുപോലെ ഡ്രീം ചെയ്യുന്ന ഒരു രാജ്യമാണ് UAE. അവിടെ പോയിട്ട് ജോലി ചെയ്യാനും എന്താ പറയുക, ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ആ UAEയിൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഗാർഡിയൻസ് ഒരേ ദിവസം ഞാൻ പറഞ്ഞ പോലെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ, ഷാർജ, ദുബായ്, അബുദാബി ജോലിയിൽ കയറിയിട്ടുള്ള ആ ഒരു അപൂർവ നിമിഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം വെരി പ്രൗഡ്ഫുള്ളാണ്. അപ്പോൾ അവർ നമ്മൾ സെയിം ഡേയിൽ നമ്മൾ അറിയുന്നു അവർ ജോലിയിൽ കയറിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലേ, പഠിപ്പിക്കുന്ന ഓരോ കുട്ടികൾക്കും ജോലി എത്രയും പെട്ടെന്ന് കിട്ടുക എന്നുള്ളത് നമ്മളതുകൊണ്ട് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് പ്ലേസ്മെൻറ്റ് സപ്പോർട്ടും എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാലും മുന്നോട്ടേക്കെല്ലാം നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പം UAE പോലെയുള്ളൊരു രാജ്യത്ത് ജോലി കിട്ടുക എന്ന് പറയുന്നതിൽ എല്ലാവരും, ഞാൻ തുടക്കം പറഞ്ഞതുപോലെ, നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. വിത്തൗട്ട് എക്സ്പീരിയൻസ് തന്നെ പോയിട്ട് ജോലി നേടാൻ ആഗ്രഹിക്കുന്നവരാണ് മിക്കവരും. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ വ്യത്യസ്തമായിട്ടുള്ള ഒരു രാജ്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ. ഒരാൾ ഫ്രം BCom ബാക്ക്ഗ്രൗണ്ട്, ഒരാൾ ഫ്രം BBA ബാക്ക്ഗ്രൗണ്ട്, ഒരാൾ ഫ്രം BHMS ബാക്ക്ഗ്രൗണ്ട്, എല്ലാവരും CPC ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്രെഡൻഷ്യൽ നേടിയിട്ടുള്ള ആളുകളാണ്. അവർ പോയിട്ടുള്ള മെത്തേഡ്സ് അല്ലേ, നമുക്കറിയാം. നമ്മൾ പറയാറുണ്ട് മെഡിക്കൽ കോഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഈ GCC രാജ്യങ്ങളിലോട്ട് ജോബ് നോക്കുന്ന ആളുകൾ നമ്മൾ പറയാറുണ്ട്, ഒന്നെങ്കിൽ വൺസ് നമ്മളിവിടെ മിനിമം എക്സ്പീരിയൻസ് ആക്കിയിട്ട് അതിൻ്റെ കൂടെ എന്താ പറയുക, സ്പെസിഫൈഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ ബേസ് ചെയ്തിട്ട് UAE ബേസ് ചെയ്തിട്ടുള്ള ഇൻറ്റേൺഷിപ്പുകളൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ മൂവ് ചെയ്യുന്ന ആളുകളുണ്ട്. ആസ് എ ഫ്രഷറായിട്ട് മെഡിക്കൽ കോഡിങ് കഴിഞ്ഞിട്ട് ഫ്രഷറായിട്ട് അതുപോലെ തന്നെ എന്താ പറയുക UAE ബേസ്ഡ് ആയിട്ടുള്ള ഇൻറ്റേൺഷിപ്പൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ മൂവ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെ കിട്ടിയിട്ടുള്ള ആളുകളും ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്രത്തോളം ഇതിൽ ഫോക്കസ്ഡ് ആണോ അതിനനുസരിച്ച് നമുക്കുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ അവരൊക്കെ അപ്ലൈ ചെയ്ത മെത്തേഡില്ല, ജോബ് സെർച്ച് ചെയ്ത അല്ലെങ്കിൽ ജോബ് ഹണ്ട് ചെയ്ത മെത്തേഡൊക്കെ പറയുന്ന സമയത്ത് അല്ല, ഇപ്പം റെഫറൻസ് എന്താ പറയുക, ആ രീതിയിൽ റെഫറലായിട്ട് പോകുന്ന ആളുകളുണ്ട്. ഇൻഡീഡ് വഴി അങ്ങനെയുള്ള സൈറ്റുകൾ വഴി അപ്ലൈ ചെയ്തിട്ട് കിട്ടിയവരുണ്ട്. ഈ സെയിം ലിസ്റ്റിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പർച്യൂണിറ്റി വരിക എന്ന് പറയുക, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് GCC രാജ്യങ്ങളിൽ, എസ്പെഷ്യലി UAEയിലൊക്കെ നമ്മളിപ്പോൾ അവിടെയൊക്കെ പോയിട്ട് അല്ലെങ്കിൽ അപ്പോഴത്തേക്ക് ജോബ് നോക്കുന്ന ആളുകൾ നമ്മൾ പറയില്ല, എക്സ്പീരിയൻസ് ഒക്കെ ആക്കി ഇനി ഇൻറ്റേൺഷിപ്പൊക്കെ ആഡ് ചെയ്ത് നമുക്കൊരു ഇൻ്റർവ്യൂ ഒക്കെ വരികയാണ്. അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഇൻറ്റേൺഷിപ്പ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാനോ അപ്പം അതിനൊന്നും യാതൊരു തടസ്സങ്ങളും വരുന്നില്ല. അപ്പം ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്താ പറയുക, ഇതിൻ്റെ പുറകെ അല്ല, നമുക്കറിയാമല്ലോ, നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി, പ്രത്യേകിച്ച് എസ്പെഷ്യലി GCC രാജ്യങ്ങളിൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്കാണ് കൂടുതൽ ആവശ്യം. അത്രയും ആവശ്യം ഇവിടുത്തെ അല്ല, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. GCC രാജ്യങ്ങളിൽ അത്രയും ജോബ് ഹണ്ട് ചെയ്യുന്നതിനിടയിൽ നമ്മൾ എങ്ങനെ എന്താ പറയുക, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാം, ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യുകയും അപ്രോച്ച് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മളിപ്പം പല ആളുകളും നമ്മളിപ്പോൾ മുന്നേയൊക്കെ പറയാറുണ്ട്, മെഡിക്കൽ കോഡിങ് കഴിഞ്ഞിട്ട് ആസ് എ ഫ്രഷറായിട്ട് പോയിട്ട് ജോലി കിട്ടിയവരുണ്ട്. കുറേ എന്താ പറയുക, കണ്ടിന്യൂസ് എക്സ്പീരിയൻസ് ആയിട്ട് പോയിട്ട് അവിടെ പോയിട്ട് ജോലി കിട്ടാത്തവരുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മളിതിനെ അപ്രോച്ച് ചെയ്യുന്നു, എങ്ങനെ ഇതിനനുസരിച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് ബേസ് ചെയ്ത് നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. പെട്ടെന്ന് കുറച്ച് നോക്കി റൺ ചെയ്ത് പെട്ടെന്ന് ചില ആളുകൾ നെഗറ്റീവായിട്ട്, അപ്പോൾ അവിടെ നെഗറ്റീവ് ആകുന്നത് അവരും ആ കോഴ്സിന് നെഗറ്റീവ് ആവും, മൊത്തമായിട്ട് നെഗറ്റീവ് ആവും. അപ്പോൾ അത് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് അതിനെ ഫോക്കസ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു റിസൾട്ട് ഉണ്ടാവും. നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അതിനുള്ളൊരു ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, ബാക്കി എന്ത് ചെയ്യാം അതിനനുസരിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കാര്യങ്ങൾ വിട്ട് മുന്നോട്ടേക്ക് പോകും. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. മാക്സിമം കാര്യങ്ങൾ ട്രൈ ചെയ്യുക, മാക്സിമം വേൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എല്ലാം എന്താ പറയുക, ആ ഒരു മാക്സിമം നമ്മുടെ പൊട്ടൻഷ്യൽ നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം GCC രാജ്യങ്ങളിൽ ജോലി കിട്ടുന്നവരെല്ലാം അപ്പോൾ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല, ഫ്രഷറായിട്ട് കയറിയവരുണ്ട്, പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ആയിട്ട് കയറിയവരുണ്ട്, എല്ലാം സ്റ്റിൽ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് വരെയുള്ള ആളുകൾ കേസാണ് ഞാൻ പറയുന്നത്. അപ്പം ഓപ്പർച്യൂണിറ്റീസ് ആർ ദർ അറൗണ്ട് ദ വേൾഡ്. അപ്പോൾ അത് നമ്മളെങ്ങനെ
ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. നമ്മുടെ മൈൻഡ് സെറ്റ് ഇതിന് ഓക്കെ ആണോ, നമ്മൾ എന്താ പറയുക, ഈ ഒരു കോഴ്സിൽ നമ്മൾ ഇനീഷ്യൽ ലെവലിൽ എന്താ പറയുക, ഇത്രയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു അല്ലേ, ടൈം ഇൻവെസ്റ്റ് ചെയ്തു, മണി ഇൻവെസ്റ്റ് ചെയ്തു, എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ ഒരു മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് എന്താ പറയുക, നമുക്കുള്ളൊരു അപ്പ് ലെവലിലേക്ക് അല്ലേ ഫോക്കസ് ചെയ്ത് പോകാനുള്ള ഒരുപാട് ഏരിയകളുണ്ട്. അപ്പോൾ അത് നമ്മൾ എത്രത്തോളം ഇതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ക്ഷമയോടുകൂടി ഗെയിൻ ചെയ്യുന്നു, അതിനനുസരിച്ച് മുന്നോട്ടേക്ക് നമുക്ക് ഓരോ സ്റ്റെപ്പിലും മുന്നോട്ടേക്ക് വെക്കാൻ കഴിയും. അപ്പോൾ അത് നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്ന് നമ്മൾ എന്താ പറയുക, നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികൾ ട്രാക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ട്രാക്ക് ഹിസ്റ്ററി തന്നെയാണ് പറയുന്നത്. അപ്പം നല്ല പൊസിഷനിൽ എത്തി നിൽക്കുന്ന പോലുള്ള രാജ്യങ്ങളിലൊക്കെ എത്തി നിൽക്കുന്ന ആളുകൾ നമ്മളെ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, അവരുടെ സാലറിയൊക്കെ പറയുന്ന സമയത്തും പലർക്കും നമുക്കത് എന്താ പറയുക, തമാശ എന്താ പറയുക, വെറുതെ തള്ളാണെന്ന് വരെ തോന്നും. ബട്ട് അതാണ് എന്താ പറയുക ആക്ച്വൽ എന്ന് വെച്ചാൽ പോലെയുള്ള രാജ്യങ്ങളിലെ എക്സ്പീരിയൻസിന് ഭയങ്കര വാല്യൂ ആണ്. നമ്മൾ വൺസ് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ എന്താ പറയുക, പല സ്ഥലത്തും ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് നല്ല പൊസിഷൻസ് മാറുന്ന നേരം പാക്കേജിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകളിൽ അത് അതിൻ്റെ ജെനുവിനിറ്റി നമുക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുക നമുക്ക് എന്താ പറയുക അറിയില്ല. അപ്പോൾ അത് നമ്മളിതിനെപ്പറ്റി പഠിക്കുകയും ഇതിലൂടെ എക്സ്പോഷർ നേടുകയും ചെയ്ത് ആളുകൾ പറയുമ്പോൾ മാത്രമേ അതിൻ്റെ ക്ലാരിറ്റി നമുക്ക് വരുള്ളൂ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻറ്റ് തിങ് ഇനീഷ്യൽ ലെവലിൽ ഈ ഒരു 3 month കോഴ്സിലൂടെ ഇനീഷ്യൽ ലെവൽ എൻട്രി ലെവൽ ജോബ് കിട്ടുന്നുണ്ട് അല്ലേ. അത് ഇന്ത്യയിലും കിട്ടുന്നുണ്ട്, GCC രാജ്യങ്ങളിലും ആസ് എ ഫ്രഷറായിട്ട് പോലും ഇപ്പം കിട്ടുന്നുണ്ട്. ഇപ്പോൾ എല്ലാം മുന്നേ ഉണ്ട്. അപ്പം ഇതിൽ ഈ പറഞ്ഞ പോലെയുള്ള നമ്മൾ ആസ് എ മെഡിക്കൽ കോഡിങ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, ഏറ്റവും സജസ്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പീരിയൻസ് ആക്കി എന്താ പറയുക മുന്നോട്ടേ പോകുന്നതാണ്. എക്സ്പീരിയൻസ് ആക്കിയിട്ട് ഇൻറ്റേൺഷിപ്പൊക്കെ ആഡ് ചെയ്ത് പോലുള്ള രാജ്യങ്ങളിലേക്ക് അങ്ങനെ സ്പെസിഫൈഡ് ഫോക്കസ്ഡ് ആണെങ്കിൽ അങ്ങനെ ഇൻറ്റേൺഷിപ്പൊക്കെ ആഡ് ചെയ്ത് അതിനനുസരിച്ച് ജോബ് ട്രൈ ചെയ്താണ് ഏറ്റവും നല്ലത്. അപ്പം അല്ലാതെ പോകുന്ന ആളുകൾക്കും ജോബ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മാക്സിമം അവർ പറഞ്ഞ പോലെ പല റെഫറൻസായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക, പറഞ്ഞ പോലെ മാക്സിമം അവർ ട്രൈ ചെയ്യുന്നുണ്ടാവാം. പല മെത്തേഡ്സിലൂടെയാണ് അവർ മൂവ് ചെയ്യുന്നത്. നമ്മളപ്പോൾ വെറുതെ ഒരു ജോബിന് അപ്ലൈ ചെയ്യുകയും വെറുതെ ഒരു ഇതാക്കുകയും ചെയ്യുകയും മാത്രമല്ല ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ മാക്സിമം നമ്മളെ അതിൽ എത്ര എഫേർട്ട് എടുക്കാൻ പറ്റുമോ അത്രയും എഫേർട്ട് എടുത്തിട്ട് നമ്മുടെ പ്രൊഫൈൽ എന്താ പറയുക മാക്സിമം എത്തിക്കുക. ആരൊക്കെയാണോ നമ്മൾ എന്താ പറയുക ഷെയർ ചെയ്യാൻ പറ്റുക അതിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അതിനനുസരിച്ചുള്ള റിസൾട്ട് അങ്ങനെ അവർ നമ്മളെ എന്താ പറയുക അവരായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനോ കാര്യങ്ങളോ നമുക്ക് ഇപ്പം ജോയിൻ ചെയ്ത ആളുകളായിട്ട് പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ്. അവരൊക്കെ പറഞ്ഞ് അവരുടെ നിന്ന് കിട്ടുന്ന റിവ്യൂസിനെ ബേസ് ചെയ്താണ് കാര്യങ്ങൾ പറയുന്നത്. അവർ മാക്സിമം ട്രൈ ചെയ്തു, അതിനനുസരിച്ചുള്ള എന്താ പറയുക റിസൾട്ട് കിട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ പറയുക ജസ്റ്റ് ജോബ് സൈറ്റുകളിൽ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ചില കോൾ വന്നു, ഇൻ്റർവ്യൂ കഴിഞ്ഞ് കിട്ടി. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി സൈഡല്ല അതിൻ്റെ മാക്സിമം ലെവൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളതിൻ്റെ നമ്മൾ ചെയ്ത് വിട്ടേക്കുക. പിന്നെ നമ്മൾ എന്താ പറയുക പടച്ചോനെ വിട്ടുകൊടുക്കുക കാര്യങ്ങൾ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, നമ്മൾ സൈഡിൽ നിന്ന് മാക്സിമം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും തീർച്ചയായും ബാക്കിയുള്ള റിസൾട്ട് നമുക്ക് കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നമ്മൾ പറഞ്ഞ പോലെ എന്താ പറയുക ഏതൊരു കോഴ്സ് ആണെങ്കിലും നമ്മളതിൽ ഞാൻ പറഞ്ഞില്ല എത്രത്തോളം നമ്മൾ എഫേർട്ട് ഇടുന്നോ അതിനനുസരിച്ച് തിരിച്ച് കിട്ടും. അപ്പോൾ അത് ആ തരത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക കാണുക. അപ്പോൾ ഇത് ഈ ഒരു ഇൻസിഡൻറ്റ് ഇന്നത്തെ ഒരു മെയിനായിട്ട് പറയാൻ കാരണം ഇത് ഒറ്റ സിംഗിൾ ഡേയിലാണ് ഈ 3 പേർക്കും ജോലി കിട്ടിയ കാര്യം നമ്മൾ അറിയുന്നത്. UAE എന്ന പോലെ രാജ്യത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ കൂടുതൽ ആളുകൾ പോകാനും അത് വർക്ക് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിൽപ്പെട്ടാണ് UAE. ബാക്കിയുള്ള രാജ്യങ്ങളാണെങ്കിലും ഈ ഇൻഷുറൻസ് സൈഡ് ഈസ് കണ്ടിന്യൂസ്ലി ഗ്രോയിങ് ആണ്. അപ്പോൾ അതിനനുസരിച്ചും എന്താ പറയുക ആനുപാതികമായിട്ട് നമുക്കിതിലും ഈസ് ഗ്രോത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു, കാണുന്നു, ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഇന്ത്യയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും അത് കൂടിക്കൊണ്ട് വരിക, കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്ത് ഗെയിൻ ചെയ്ത് എന്ത് ചെയ്യുക മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. നല്ല ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും കിട്ടും. അതിൽ വേണ്ടി എന്ത് ചെയ്യുക ആത്മാർത്ഥമായിട്ട് ട്രൈ ചെയ്യുക, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ.